അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തിലും നയപരമായ മാറ്റങ്ങളിലും അതൃപ്തി രേഖപ്പെടുത്തി മെട്രോമാൻ ഇ ശ്രീധരൻ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയായിരുന്നു ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരുന്നത്. RRTS കേരളത്തിൽ പ്രായോഗികമല്ല. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. സർക്കാരിന് വലിയ തെറ്റിദ്ധാരണയാണുള്ളതെന്നും മുഖ്യമന്ത്രിക്ക് ആരാണ് ഈ ആശയം നൽകിയതെന്ന് അറിയില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഡൽഹിയിലുള്ളത് RRTS സബർബൻ സർവീസാണ്. അതൊരിക്കലും ഹൈസ്പീഡാക്കാൻ പറ്റില്ല. സാങ്കേതികമായി RRTS പ്രായോഗികമല്ല. പദ്ധതി കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമുണ്ടാകണം. കേരളയിൽ താൻ ഇല്ലാതാക്കിയെന്ന ആരോപണം ദുരുദ്ദേശപരമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇതൊരു ടെമ്പററി ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും നടക്കാൻ പോകില്ല, നടക്കൂല. അതിവേഗ ഉപകാരം എന്താണ് അവർക്ക് ഇനി മനസ്സിലായില്ല. പ്രധാന ഇതെന്താ അറിയോ, ഒരു അതിവേഗ റെയിൽവേ വരികയാണെങ്കിൽ റോഡിലത്തെ കൺജഷൻ വളരെ കുറയും, റോഡ് ആക്സിഡൻസ് കുറയും. കേന്ദ്രത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇ ശ്രീധരൻ നിലപാട് വ്യക്തമാക്കി. സഹകരിച്ചില്ലെങ്കിൽ കേരളത്തിനാണ് നഷ്ടം. റെയിൽവേ സംസ്ഥാനത്തിന്റേതല്ല, കേന്ദ്രത്തിന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റെയിൽവേ ഈസ് എ സെൻട്രൽ സബ്ജക്ട്, സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലത്. സ്റ്റേറ്റ്സിൻ്റെ ആവശ്യം ലാൻഡ് അക്വയർ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അവർ പണം തരാൻ തയ്യാറിൽ ലൂസ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരതിനെ സഹകരിക്കാതെ ഇരിക്കുമോ? അങ്ങനെ ആശങ്ക ഉണ്ടോ? ഇല്ല, എനിക്ക് തീരില്ല. ആശങ്കയില്ല. അതിവേഗ റെയിൽ പദ്ധതിക്ക് തുടക്കമിട്ടത് CPM ആയിരുന്നു. 2010 ജപ്പാൻ വിദഗ്ധർ നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം അതിവേഗ റെയിൽ കേരളത്തിൽ പ്രായോഗികമാണെന്നും ജനങ്ങൾ ഇത് ആവേശത്തോടെ സ്വീകരിക്കുമെന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2016 താൻ പദ്ധതിയുടെ DPR സമർപ്പിച്ചുവെങ്കിലും വലിയ ചിലവ് വരുമെന്ന കാരണം പറഞ്ഞ സംസ്ഥാന സർക്കാർ പിന്മാറി. പിന്നീട് കേരയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. കേരയിൽ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും അതിലെ സാങ്കേതികവും പ്രായോഗികവുമായ പിഴവുകൾ മുഖ്യമന്ത്രിക്ക് കത്തുകളിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പോലീസ് ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള പരാതികളും നിലനിൽക്കെ കേരയിൽ മുന്നോട്ടു പോകില്ലെന്ന് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും തന്റെ നിർദ്ദേശങ്ങളിൽ അദ്ദേഹം പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി മാറ്റത്തെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ഒരു കത്തയക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയും ബിജു പ്രഭാകർ IAS തന്റെ അടുത്തെത്തി ചർച്ചകൾ നടത്തി പദ്ധതി ബോധ്യപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ കത്തയക്കാമെന്നേറ്റിട്ട 10 മാസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഈ മെല്ലെപ്പോക്ക് കാരണമാണ് താൻ നേരിട്ട കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട പദ്ധതിയുടെ അനിവാര്യത ബോധ്യപ്പെടുത്തിയത്. കേരളിനായി 100 കോടി രൂപയോളം ചെലവാക്കി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും ഫലമുണ്ടായില്ല. എന്നാൽ പുതിയ പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ ഏകദേശം 12 കോടി രൂപ മതിയാകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ ഡാറ്റ നേരത്തെ തന്നെ ലഭ്യമായതിനാൽ DMRC ഈ പഠനം നടത്തുന്നതാണ് ഉചിതമെന്നും 8-9 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കുമെന്നും കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന റാപ്പിഡ് റെയിൽ പദ്ധതിയേക്കാൾ അതിവേഗ റെയിൽവേയാണ് കേരളത്തിന് അനുയോജ്യമെന്നും ഇവ തമ്മിൽ വേഗതയിൽ വലിയ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗ റെയിൽവേയുടെ ശരാശരി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്റർ മുകളിലായിരിക്കുമ്പോൾ റാപ്പിഡ് റെയിലിന്റേത് കേവലം 70-75 കിലോമീറ്റർ മാത്രമായിരിക്കും. പദ്ധതി നടപ്പിലായാൽ റോഡിലെ തിരക്ക് കുറയ്ക്കാനും റോഡ് അപകടങ്ങളിൽ പ്രതിദിനം മരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും സമയം ലാഭിക്കാനും ഈ പദ്ധതി സഹായകരമാകും. ഇപ്പോൾ കേരളത്തിലെ ഒരു ദിവസം 10 to 12 people die on the road. 10 to 12 people every day. And about 25-30 people get injured. ഇത് ഹാഫാണെങ്കിൽ തന്നെ എന്താണ് ഗുണം? ഇതുകൊണ്ട് തിരക്ക് പറഞ്ഞാൽ ഡൈവേർഷൻ വരികയാണെങ്കിൽ ഒരു 2 ലൈഫ്സ് സേവ് ചെയ്യാൻ പറ്റിയ ഈ സിറ്റോട്ട് ബെറ്റർ. അത് ഹൈ സ്പീഡ് ചെയ്യാൻ പറ്റുക, അത് RRTS ചെയ്യാൻ പറ്റുക, RRTS ചെയ്യുന്നു അവർ പറയും യെസ് ചെയ്യും. റെയിൽവേ എന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണെന്നും സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിലും കേന്ദ്രത്തിന്റെ നിലപാടിനനുസരിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ ആകെ ചെലവിൽ 30% വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബാക്കി 40% ബോണ്ടുകൾ വഴിയും സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.